ഇവിടെയുണ്ടല്ലോ ഹദീസ് പണ്ഡിതന്മാർ, ഇവിടെ തന്നെ പഠിച്ചാൽ പോരെ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി, എന്റെ മകൻ ഒരു ആലിമായിട്ട് എനിക്ക് കാണണം, ദീനുപകരിക്കുന്ന നല്ലൊരു ആലിമാകണം, അതിനെന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ സന്നദ്ധയാണ്. കുട്ടിയെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു. സുബ്ഹാനല്ലാഹ്, മദീനയിലെത്തിയിട്ട് അനുദിനം വിജ്ഞാനത്തിന്റെ മാർഗങ്ങൾ ഇഷ്ടം പോലെ പഠിക്കുകയാണ്. നല്ല ബുദ്ധിയല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി. ആ ബുദ്ധിയെ വെല്ലുന്ന ബുദ്ധി പിൽക്കാലത്ത് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പേജിലേക്ക് ഒരു പ്രാവശ്യം അങ്ങ് നോക്കിയാൽ മതി, അത് മുഴുവനും ഹിഫ്ളായി പോയി. അടുത്ത പേജിലേക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, മുഴുവനും ഹിഫ്ളായി പോയി. കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ബുദ്ധിയാണ്. നമ്മളൊന്ന് കമ്പ്യൂട്ടർ തുറന്നിട്ട് അതിന്റെ ഉള്ളിന്റെ ഉള്ളു പരിശോധിച്ച് എവിടെയോ നമ്മൾ സ്വരൂപിച്ച് വെച്ചൊരു PDF തുറക്കാൻ എത്ര സമയം വേണം? അത്ര സമയം വേണ്ട, അതിന്റെ പകുതി വേണ്ട, അതിന്റെ കാൽഭാഗം വേണ്ട. ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ ഇൽമു കുനുകുനേന വരുന്നു. അതിതീവ്രമായ ആ ബുദ്ധി കണ്ടിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സന്തോഷമായി. മറ്റു ശിഷ്യന്മാരെക്കാൾ ഏറെ പ്രിയപ്പെട്ട ശിഷ്യനായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മുവത്ത ഓതാൻ വേണ്ടി വരുമ്പോ ഇമാം മാലിക് തങ്ങൾ എഴുതിയ കിതാബാണ് മുവത്ത. അത് ഓതാൻ വേണ്ടി വരുന്ന ആളുകളോട് ഉസ്താദ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേണ്ട ആവശ്യമില്ല, എന്റെ ഒരു ശിഷ്യനുണ്ട് അവിടെ, അതാ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പേരുള്ള കുട്ടിയുണ്ട് റളിയല്ലാഹു അൻഹു. ആ കുട്ടിയിൽ നിന്ന് മുവത്ത വേണ്ടുവോളം ഓതിക്കോളൂ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം. ആ പഠന രംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആദ്യമായി കിട്ടുന്നു 1000 ദിർഹം. അതെവിടുന്നാ കിട്ടിയത്? ബഗ്ദാദിൽ അന്ന് ഭരിക്കുന്ന ഭരണകർത്താവ് ഹാറൂൺ റഷീദാണ്. ഹാറൂൺ റഷീദിന്റെ ഭരണദേശ കേന്ദ്രത്തിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നിരപരാധിയാണ്. അത് രാജാവിന് ബോധ്യപ്പെട്ടു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നന്നേ ഇഷ്ടപ്പെട്ടു. അവിടെ താമസിക്കാനും ജീവിക്കാനുള്ള സെറ്റപ്പും സൗകര്യങ്ങളൊക്കെ കൊടുത്തു. 4 വർഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ താമസിച്ചു. എന്തിനാണെന്നറിയോ താമസിച്ചത്? ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരുടെ വലിയ വലിയ ദർസുകളുണ്ട്. അവിടെ പോയിരുന്നിട്ട് വീണ്ടും വീണ്ടും വിജ്ഞാനം സ്വീകരിക്കാനാണ്. നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടാണ്, ഈ നാട് വിട്ടു പോകാൻ പാടില്ല എന്ന് ആദ്യം ഹാറൂൺ റഷീദ് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇനി പഠന മേഖലക്ക് ഒഴിവാക്കിയിട്ട് റൂമിൽ ഇരിക്കും. എവിടെ പഠന